ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 5th ചാപ്റ്ററായ ഗീത സുഗീത കർത്തവ്യ. അതായത് ഗീത നല്ല രീതിക്ക് വേണം പാടാൻ. അതായത് ഭഗവത്ഗീത നല്ല രീതിക്ക് വേണം അഭ്യസിക്കാൻ, പാടാൻ എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുരുക്ഷേത്രേ ശ്രീ ഗീതാ ജയന്തി മഹോത്സവഃ ആചരിതഃ. കുരുക്ഷേത്രത്തിൽ ശ്രീ ഗീതാ ജയന്തി മഹോത്സവം ആചരിക്കപ്പെട്ടു. തത്ര ബഹവഃ ജനാഃ അഗച്ഛൻ. അവിടെ ഒട്ടനവധി ജനങ്ങൾ പോയി. രമേശഃ അപി സ്വജനകേന സഹ തത്ര ഗത്വാൻ. രമേശും സ്വന്തം അച്ഛനോടൊപ്പം അവിടേക്ക് പോയി. കഥാവാചകഃ ഗീതായാഃ വിഷയെ വർണ്ണയതി സ്മ. സ്റ്റോറി ടെല്ലർ ഗീതയെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു. ആട്ടെ, എങ്ങനെയാ വർണ്ണിച്ചത്? ഗീത സുഗീത കർത്തവ്യ കിമന്യൈഃ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്മിനിഃ ശ്രുത. അന്വയം നോക്കാം. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്മിനിഃ ശ്രുത സാ ഗീത സുഗീത കർത്തവ്യ അന്യൈഃ ശാസ്ത്രവിസ്തരൈഃ കിം. അതായത് ഏത് ഗീതയാണോ സാക്ഷാൽ പത്മനാഭൻ്റെ തിരുമുഖത്ത് നിന്ന് നേരിട്ട് വന്നത്, ആ ഗീത നന്നായി ആലപിക്കേണ്ടതുണ്ട്, അഭ്യസിക്കേണ്ടതുണ്ട്. അന്യൈഃ ശാസ്ത്രവിസ്തരൈഃ കിം. മറ്റ് ശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? ഇതം ശ്രുത്വാ രമേശഃ പിതരം അപൃച്ഛത്. ഇത് കേട്ട രമേശ് അച്ഛനോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? പിതഃ ഗീത കാ. അച്ഛാ, ഗീത എന്താ? ഗീത എന്നാൽ എന്താണ്? കഥം സുഗീത കർത്തവ്യ. എങ്ങനെയാണ് മനോഹരമായി പാടേണ്ടത്? ഇത് കേട്ട അച്ഛൻ പറയാണ്, പുത്ര മോനെ, ബഹുഭ്യഃ വർഷേഭ്യഃ പൂർവം, കുറേ വർഷങ്ങൾക്ക് മുന്നേ, കുരുക്ഷേത്രത്തിൽ കൗരവാണാം പാണ്ഡവാനാം ച മധ്യേ, കൗരവരും പാണ്ഡവരുടെയും ഇടയിൽ സംഗ്രാമഃ അഭവത്, ഒരു യുദ്ധമുണ്ടായി. തസ്മിൻ യുദ്ധേ, ആ യുദ്ധത്തിൽ, സ്വബാന്ധവാൻ ദൃഷ്ട്വാ, സ്വന്തം ബന്ധുക്കളെ കണ്ട്, അർജുനൻ യുദ്ധം കർത്തും ന ഇച്ഛതി സ്മ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. തഥാ, അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധപരാങ്കമുഖം അർജുനം, യുദ്ധത്തിൽ നിന്ന് വിമുഖത കാണിച്ച അർജുനന് കർത്തവ്യപാലനാർത്ഥം, കർത്തവ്യം പാലിക്കാനായി ഉപദേശിച്ചു. ശ്രീകൃഷ്ണസ്യ ഉപദേശഃ ഏവ ശ്രീമദ് ഭഗവത്ഗീത അസ്തി. ശ്രീകൃഷ്ണന്റെ ഉപദേശം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീതായാം അമൃതതുല്യാഃ ഉപദേശാഃ സന്തി. ഗീതയിൽ അമൃതതുല്യമായ ഉപദേശങ്ങളുണ്ട്. ഇത് കേട്ട രമേശ് ചോദിക്കുകയാണ്, തർഹി സുഗീത കർത്തവ്യ ഇത്യസ്യ കഃ ആശയഃ. എന്നാൽ നന്നായി ആലപിക്കണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിത. അപ്പം അച്ഛൻ പറയാണ്, അസ്യ ആശയഃ അസ്തി. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, യത്, അതായത് ഗീതായാഃ അഭ്യാസഃ സമ്യക് രൂപേണ കരണീയഃ. ഗീതയുടെ അധ്യയനം വളരെ നല്ല രീതിയിൽ വേണം ചെയ്യാൻ. നല്ല രീതിക്ക് വേണം ചെയ്യാൻ. ഗീത ഉത്തമഭാവേന പഠിതവ്യ. ഗീത ഉത്തമ ഭാവത്തോടെ വേണം വായിക്കാൻ. കാര്യക്ഷേത്രേ ജീവനക്ഷേത്രേ ച ഗീതായാഃ ഉപദേശാഃ അനുപാലനീയാഃ. വർക്ക് പ്ലേസിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഗീതയുടെ ഉപദേശങ്ങൾ പാലിക്കണം. അസ്മിൻ പാഠേ വയം ശ്രീമദ് ഭഗവത്ഗീതായാഃ കാശ്ചന ശ്ലോകാൻ പഠാമഃ. ഈ പാഠത്തിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങൾ പഠിക്കും, വായിക്കും. വയം ശ്ലോകാൻ മിലിത്വാ ഗായാമഃ അപി. നമുക്ക് ശ്ലോകങ്ങൾ ഒരുമിച്ച് പാടുകയും ചെയ്യാം. നോക്കാം. ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സിദ്ധിർമുനിരുച്യത്തെ. പദച്ഛേദം നോക്കാം. ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ
വീതരാഗഭയക്രോധഃ സ്ഥിതതിഃ മുനിഃ ഉച്യത്തെ. അൻവയം നോക്കാം. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ മുനിഃ സ്ഥിതതിഃ ഇതി ഉച്യത്തെ. അതായത് ദുഃഖേഷു അനുദ്വിഗ്നമനാഃ, ദുഃഖത്തിൽ പതരാത്ത, സുഖേഷു വിഗതസ്പൃഹഃ, സുഖത്തിൽ ആസക്തിയില്ലാത്ത, വീതരാഗഭയക്രോധഃ, അറ്റാച്ച്മെൻറ്റ്, ഫിയർ, ആങ്കറിൽ നിന്നൊക്കെ മുക്തനായ, മുനി സ്ഥിതതിഃ ഇതി ഉച്യത്തെ, സ്ഥിരബുദ്ധി ഉള്ളവൻ എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇതുകൊണ്ട് എന്താ അർത്ഥാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. യഹ മനുഷ്യഃ ആപത്കാലേഷു ഉദ്വേഗം ന അനുഭവതി, അതായത് ഏത് മനുഷ്യനാണോ ആപത്ത് കാലത്ത് അസ്വസ്ഥത അനുഭവിക്കാത്തത്, യ സുഖപ്രാപ്തൈ അപി നിസ്പൃഹഃ ഇച്ഛാരഹിതഃ ഭവതി, ആരാണോ സുഖം പ്രാപിച്ചിട്ടുകൂടി ആസക്തിയില്ലാത്തത്, ഇച്ഛാരഹിതനായിട്ടുള്ളത്, ആഗ്രഹം തീരെയില്ലാത്തത്, യഹ ഇച്ഛാ ആസക്തിഃ ഭയക്രോധഃ ഇത്യേഭ്യഃ മുക്തഃ ഭവതി, ആരാണോ ഇച്ഛ, ആസക്തി, ഭയം, ക്രോധം എന്നിവയാൽ മുക്തനായിട്ടുള്ളത്, സഹ മൗനീ പുരുഷഃ സ്ഥിതപ്രജ്ഞഃ ഭവതി, അങ്ങനെയുള്ള മൗനീ പുരുഷൻ സ്ഥിരബുദ്ധിയുള്ളവനാണ്. അടുത്ത നോക്കാം. ക്രോധ ഉദ്ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. പദച്ഛേദം നോക്കാം. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. അൻവയം നോക്കാം. ക്രോധാത് സമ്മോഹഃ ഭവതി, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ ഭവതി, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ഭവതി, ബുദ്ധിനാശാത് ജനഃ പ്രണശ്യതി. അതായത് കോപത്താൽ അവിവേകമുണ്ടാവുന്നു, അവിവേകത്താൽ ഓർമ്മശക്തി നശിച്ചു പോകുന്നു, അതായത് മറവി ഉണ്ടാകുന്നു, മറവിയിലൂടെ ബുദ്ധിനാശം സംഭവിക്കുന്നു, ബുദ്ധിനാശത്താൽ മനുഷ്യൻ നശിച്ചു പോകുന്നു. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. മാനവസ്യ യഥാ ക്രോധഃ ഭവതി തഥാ ക്രോധാത് അവിവേകഃ ഉത്പദ്യത്തെ, മനുഷ്യന് എപ്പോഴാണോ ദേഷ്യം ഉണ്ടാവുക അപ്പോൾ ദേഷ്യത്താൽ തിരിച്ചറിവില്ലായ്മ ഉണ്ടാവുന്നു. അവിവേകാത് ആത്മാനം വിസ്മരതി, തിരിച്ചറിവില്ലായ്മ കൊണ്ട് സ്വയത്തെ മറക്കുന്നു. അതായത് കിം യോഗ്യം കിഞ്ച് അയോഗ്യം ഇതി അവചിന്യ ക്രോധാത് വ്യാമോഹം പ്രാപ്നോതി, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കാണ്ട് കോപത്താൽ വ്യാമോഹത്തെ പ്രാപിക്കുന്നു. യഥാ അധികം വ്യാമോഹഃ ഭവതി തഥാ മനുഷ്യസ്യ സ്മൃതിഃ നിഷ്ക്രിയ നഷ്ടാ ച ഭവതി, എപ്പോഴാണോ കൂടുതൽ വ്യാമോഹം ഉണ്ടാവുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഓർമ്മകൾ നിഷ്ക്രിയമായി തീരുന്നു, അതായത് നഷ്ടമാകുന്നു, ഇല്ലാണ്ടായി തീരുന്നു. സ്മൃതേഃ നാശാത് ബുദ്ധിഃ നശ്യതി, ഓർമ്മ നശിക്കുന്നതിലൂടെ ബുദ്ധി നശിക്കുന്നു, ബുദ്ധിനാശം ഉണ്ടാവുന്നു. ബുദ്ധേഃ നാശാത് സഹ മനുഷ്യഃ വിനാശം പ്രാപ്നോതി, ബുദ്ധിയുടെ നാശത്താൽ ആ മനുഷ്യന് വിനാശം പ്രാപ്തമാകുന്നു. അതായത് ബുദ്ധിനാശത്താൽ ആ മനുഷ്യന് വിനാശം ഉണ്ടാവുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. അൻവയം നോക്കാം. തത് പ്രണിപാതേന സേവയാ പരിപ്രശ്നേന വിദ്ധി, അത് പ്രണമിക്കുന്നതിലൂടെ, സേവ ചെയ്യുന്നതിലൂടെ, അതായത് സേവിക്കുന്നതിലൂടെ, ചോദ്യം ചോദിക്കുന്നതിലൂടെ അറിയൂ. തേ തത്വദർശിനഃ ജ്ഞാനിനഃ, ആ പരമാർത്ഥം അറിയുന്ന ജ്ഞാനികൾ ജ്ഞാനം ഉപദേശയന്തി, അറിവ് ഉപദേശിച്ചു തരും. ആട്ടെ,
ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണ അർജുനം ഉപദിശതി. ഹേ അർജുന, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഉപദേശിച്ചിട്ട് പറയാണ്, ഹേ അർജുന, ഭവാൻ ഗുരുഹു സമീപം ഗത്വാ യഥാർത്ഥ ജ്ഞാനം പ്രാപ്തും പ്രയാസം കരോതു. നീ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് യഥാർത്ഥ അറിവ് പ്രാപ്തമാക്കാൻ ശ്രമിക്കൂ. ഭവാൻ വിനീതഃ ജിജ്ഞാസൂച ഭൂത്വാ ഗുരോഹു സേവാം കരോതു. നീ വിനീതനും അറിയാനുള്ള ആഗ്രഹമുള്ളവനുമായി തീർന്ന് ഗുരുവിനെ സേവിക്കുക. തത്വജ്ഞാനി ഗുരുഹു ഭവതേ ജ്ഞാനം പ്രദാസ്യതി. തത്വജ്ഞാനിയായ ഗുരു നിനക്ക് അറിവ് നൽകും. യതഃ എന്താണെന്ന് വെച്ചാൽ, യേ സത്യസ്യ ദർശനം കൃതവന്തഃ, ആരാണോ സത്യത്തെ ദർശിച്ചിട്ടുള്ളത്, തേ ഏവ അവർ തന്നെയാണ് യഥാർത്ഥ ജ്ഞാനിനഃ ഭവന്തി, യഥാർത്ഥ ജ്ഞാനിയാവുക. ഈ ചാപ്റ്റർ കുറച്ച് ലെന്തിയാണ് തന്നെ. ഇനിയുള്ള ഭാഗങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇതുവരെയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.